മാർവലിന്റെ സ്വന്തം സ്പോയിലർ കിങ് ആയ ടോം ഹോളണ്ട് ഈ പ്രാവശ്യവും വലിയൊരു സ്പോയിലറാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് നടന്ന ഒരു ഇന്റർവ്യൂവിലായിരുന്നു ടോം ഹോളണ്ട് ആ സ്പോയിലർ വെളിപ്പെടുത്തിയത്. Apart from one Nobody remembers person. that you're Peter Parker. They just don't know. One person. Okay. അതായത് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഒരൊറ്റ ക്യാരക്ടറിന് പീറ്റർ പാർക്കറിന്റെ സീക്രട്ട് ഐഡന്റിറ്റി അറിയാമെന്ന്. അതെ, പീറ്റർ പാർക്കർ ആണ് സ്പൈഡർമാൻ എന്ന് ഇപ്പോഴും ആ ക്യാരക്ടർ റിമെമ്പർ ചെയ്യുന്നുണ്ടെന്ന്. ടോം ഹോളണ്ട് പറഞ്ഞതൊക്കെ കേട്ടിട്ട് എന്റെ മനസ്സിലേക്ക് 5 പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ആണ് ഓടിയെത്തിയത്. MCUവിൽ പീറ്റർ പാർക്കറിന്റെ സീക്രട്ട് ഐഡന്റിറ്റി ഇപ്പോഴും അറിയാവുന്ന, അതായത് പീറ്റർ പാർക്കർ ആണ് സ്പൈഡർമാൻ എന്ന് ഇപ്പോഴും അറിയാവുന്ന ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. എന്തായാലും ആ കൂട്ടത്തിൽ ഡോക്ടർ സ്ട്രേഞ്ച് ഉണ്ടാവാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം സ്പൈഡർമാൻ നോ വേ ഹോമിൽ പീറ്റർ പാർക്കറിന്റെ ഐഡന്റിറ്റി ലോകത്തിലുള്ള എല്ലാവരും മറക്കാനായിട്ട് ഡോക്ടർ സ്ട്രേഞ്ച് ഒരു സ്പെല്ല് കാസ്റ്റ് ചെയ്തിരുന്നല്ലോ. ആ സ്പെല്ല് കാസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ഡോക്ടർ സ്ട്രേഞ്ച് പീറ്റർ പാർക്കറിനോട് ഇങ്ങനെ പറയുന്നുണ്ട്. You gotta understand that would mean that everyone who knows and loves you, we'd have no memory of you. അതായത് പീറ്റർ പാർക്കറിനെ സ്നേഹിക്കുന്നവരും അവനെ അറിയുന്നവരും പ്രപഞ്ചത്തിലുള്ള എല്ലാവരും തന്നെ പീറ്റർ പാർക്കർ ആരാണെന്ന് മറന്നു പോകുമെന്ന്. അതെ, ആ സ്പെല്ല് കാസ്റ്റ് ചെയ്ത ഡോക്ടർ സ്ട്രേഞ്ചിനും അത് ബാധകമാണ്. സോ ആ കാരണം കൊണ്ട് തന്നെ പീറ്റർ പാർക്കർ ആണ് സ്പൈഡർമാൻ എന്ന് ഡോക്ടർ സ്ട്രേഞ്ച് ഇപ്പോഴും ഓർക്കാൻ യാതൊരു സാധ്യതയുമില്ല. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ സാവേജ് ഹൾക്ക് റിട്ടേൺ ചെയ്യാൻ പോവുകയാണ്. നമുക്കറിയാം ബ്രൂസ് ബാനറും ഹൾക്കും 2 വ്യക്തിത്വങ്ങളാണ്. എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ബ്രൂസ് ബാനർ മനസ്സിലാക്കുന്ന പോലത്തെ കോംപ്ലക്സ് ആയിട്ടുള്ള സയന്റിഫിക് ഫോർമുലാസ് ഒന്നും ഹൾക്കിന് മനസ്സിലാകണമെന്നില്ല. അതേപോലെ തന്നെ ഹൾക്കിനെ പോലെ ബ്രൂസ് ബാനറിന് ശത്രുക്കളോട് പോരാടാനും സാധിക്കില്ല. പീറ്റർ പാർക്കറിന്റെ ഐഡന്റിറ്റി ലോകം മറക്കാനായിട്ട് ഡോക്ടർ സ്ട്രേഞ്ച് സ്പെല്ല് കാസ്റ്റ് ചെയ്ത സമയത്ത് ബ്രൂസ് ബാനർ ഹൾക്കായിട്ട് മാറിയിട്ടില്ലായിരുന്നു. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ഏറ്റവും പുതിയ ട്രെയിലറിൽ ബ്രൂസ് ബാനർ പീറ്റർ പാർക്കറിനോട് ഇങ്ങനെ പറയുന്നുണ്ട്. You're not one of my students, are you? ഈ ഒരു ഡയലോഗിൽ നിന്ന് തന്നെ പീറ്റർ പാർക്കർ ആരാണെന്ന് പോലും ബ്രൂസ് ബാനറിന് അറിയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഡോക്ടർ സ്ട്രേഞ്ച് സ്പെല്ല് കാസ്റ്റ് ചെയ്ത സമയത്ത് ബ്രൂസ് ബാനർ ഹൾക്കായിട്ട് ട്രാൻസ്ഫോം ചെയ്യാത്തത് കൊണ്ടാകാം ബ്രൂസ് ബാനർ പീറ്റർ പാർക്കറിനെ മറന്നു പോയത്. പക്ഷേ ഡോക്ടർ സ്ട്രേഞ്ച് സ്പെല്ല് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബ്രൂസ് ബാനർ ഹൾക്കായിട്ട് ട്രാൻസ്ഫോം ചെയ്തിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ബ്രൂസ് ബാനർ പീറ്റർ പാർക്കറിനെ റിമെമ്പർ ചെയ്തേനെ. ബ്രൂസ് ബാനറും ഹൾക്കും 2 വ്യക്തിത്വങ്ങൾ ആയതുകൊണ്ട് തന്നെ അവരുടെ 2 പേരുടെയും മെമ്മറീസ് ഡിഫറന്റ് ആയിരിക്കും. മാർവൽ കോമിക്സിൽ ഇതേപോലെ ഒരു സന്ദർഭത്തിൽ പീറ്റർ പാർക്കർ ആണ് സ്പൈഡർമാൻ എന്ന് റിമെമ്പർ ചെയ്തത് ഹൾക്ക് മാത്രമാണ്. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ സൈഡി സിങ്ക് ചെയ്യുന്ന ക്യാരക്ടർ ജീൻ ഗ്രേ ആണെന്നാണ് റൂമേഴ്സ് പ്രകാരം നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. ഒരു ഒമേഗ ലെവൽ മ്യൂട്ടന്റ് ആയ ജീൻ ഗ്രേക്ക് വളരെ ശക്തമായ ടെലിപാത്തിക് ടെലികൈനറ്റിക് പവേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. തന്റെ പവേഴ്സ് ആയിട്ടുള്ള സൈക്കിക് എബിലിറ്റീസിന്റെ സഹായത്തോടെ ജീൻ ഗ്രേക്ക് മൈൻഡ് കൺട്രോൾ ചെയ്യാനും മൈൻഡ് റീഡ് ചെയ്യാനും ഒക്കെ സാധിക്കും. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ഏറ്റവും പുതിയ ട്രെയിലറിൽ ആരോ സ്പൈഡർമാനെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ട്. You're the only one who's immune to it. You're the only one who can sense it. അതായത് ജീൻ ഗ്രേയുടെ സൈക്കിക് പവേഴ്സിന് ഇമ്മ്യൂൺ ആയിട്ടുള്ള വ്യക്തി അത് സ്പൈഡർമാൻ മാത്രമാണെന്ന്. അവളുടെ സൈക്കിക് പവേഴ്സിനെ സെൻസ് ചെയ്യാൻ സാധിക്കുന്നതും നിനക്ക് മാത്രമാണെന്ന്. സ്പൈഡർമാന് അതൊക്കെ സാധിക്കുമെന്ന് ഉറപ്പാണ്. കാരണം സ്പൈഡർമാന് സ്പൈഡർ സെൻസ് ഉണ്ട്. ആ സ്പൈഡർ സെൻസ് ജീൻ ഗ്രേയുടെ സൈക്കിക് പവേഴ്സിനെ മറികടക്കാൻ സ്പൈഡർമാനെ സഹായിക്കും. ഒരുപക്ഷെ പൂർണ്ണമായിട്ടല്ലെങ്കിലും സ്വല്പം നേരത്തേക്ക് മാത്രം തന്റെ സൈക്കിക് പവേഴ്സിന്റെ സഹായത്തോടെ സ്പൈഡർമാന്റെ മൈൻഡിനെ റീഡ് ചെയ്യാനോ സ്പൈഡർമാന്റെ മൈൻഡ് കൺട്രോൾ ചെയ്യാനോ ഒക്കെ ജീൻ ഗ്രേക്ക് സാധിച്ചേക്കാം. ഒരുപക്ഷെ സ്പൈഡർമാന്റെ മൈൻഡ് റീഡ് ചെയ്യുന്ന സമയത്തോ സ്പൈഡർമാനെ മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന സമയത്തോ പീറ്റർ പാർക്കർ ആണ് സ്പൈഡർമാൻ എന്ന് ജീൻ ഗ്രേ മനസ്സിലാക്കിയേക്കാം. അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന്റെ അവസാനത്തോടെ ഇൻഫിനിറ്റി സ്റ്റോൺസ് എല്ലാം തിരികെ പാസ്റ്റിലേക്ക് കൊണ്ടുവെക്കാൻ പോകുന്ന സ്റ്റീവ് റോജേഴ്സ് അഥവാ ക്യാപ്റ്റൻ അമേരിക്ക പെഗ്ഗി കാർട്ടറിനോടൊപ്പം തന്റെ നഷ്ടപ്പെട്ടു പോയ ജീവിതം ജീവിച്ചു തീർക്കുന്നുണ്ടല്ലോ. സ്പൈഡർമാൻ നോ വേ ഹോമിൽ ഡോക്ടർ സ്ട്രേഞ്ച് സ്പെല്ല് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റീവ് റോജേഴ്സ് പാസ്റ്റിലായിരുന്നു. അതെ, അദ്ദേഹം മറ്റൊരു റിയാലിറ്റിയിൽ മറ്റൊരു ടൈം ലൈനിലായിരുന്നു. ആ കാരണം കൊണ്ട് തന്നെ ഡോക്ടർ സ്ട്രേഞ്ചിന്റെ സ്പെല്ല് സ്റ്റീവ് റോജേഴ്സിനെ അഫക്റ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഒരുപക്ഷെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ സ്റ്റീവ് റോജേഴ്സ് അഥവാ ക്യാപ്റ്റൻ അമേരിക്കയും പീറ്റർ പാർക്കർ അഥവാ സ്പൈഡർമാനും കണ്ടുമുട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വാണ്ട മാക്സിമോഫ് അഥവാ സ്കാർലറ്റ് വിച്ച് പീറ്റർ പാർക്കർ അഥവാ സ്പൈഡർമാനെ നേരിട്ട് കണ്ടിട്ടുള്ളത് ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാർ, അവഞ്ചേഴ്സ് എൻഡ് ഗെയിം എന്നീ മൂവീസിലാണ്. എന്നാൽ സ്പൈഡർമാനെ അൺമാസ്ക് ചെയ്ത് കണ്ടത് അല്ലെങ്കിൽ പീറ്റർ പാർക്കർ ആണ് സ്പൈഡർമാൻ എന്ന് വാണ്ട മാക്സിമോഫ് മനസ്സിലാക്കിയത് അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിലെ ഫൈനൽ ബാറ്റിലാണ്.
പിന്നീട് ടോണി സ്റ്റാർക്കിന്റെ ഫ്യൂണറലിനും അവർ ഒരുമിച്ച് തന്നെ ഉണ്ടായിരുന്നു. സ്പൈഡർമാൻ നോവേ ഹോമിന് മുന്നെയാണ് വാണ്ടാവിഷൻ എന്ന സീരീസിലെ ഈവന്റ്സ് ഒക്കെ നടക്കുന്നത്. അതായത് ഡോക്ടർ സ്ട്രേഞ്ച് പീറ്റർ പാർക്കറിന്റെ ഐഡന്റിറ്റി ലോകം മറക്കാനായിട്ട് സ്പെല്ല് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ വാണ്ട മാക്സിമോഫ് അഥവാ സ്കാർലറ്റ് വിച്ച് അവൾ ക്രിയേറ്റ് ചെയ്ത ഹെക്സിനുള്ളിലായിരിക്കണം, അല്ലെങ്കിൽ ഡോക്ടർ സ്ട്രേഞ്ച് ദ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിൽ നമ്മൾ കണ്ട പോലെ വാണ്ട മാക്സിമോഫ് എല്ലാവരിൽ നിന്നകന്ന് ഒരു വിദൂര വനപ്രദേശത്ത് താൻ ക്രിയേറ്റ് ചെയ്ത ഇല്യൂഷനിൽ ജീവിതം നയിക്കുകയായിരുന്നായിരിക്കാം. അതും വാണ്ട മാക്സിമോഫ് ആ ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്തതോ അവളുടെ കെയോസ് മാജിക്കിന്റെയും ഡാർഹോൾഡിനെ പവേഴ്സിന്റെ സഹായത്തോടെ. വാണ്ട മാക്സിമോഫ് അഗാത്ത ഹാർക്നെസിനേക്കാൾ പവർഫുൾ ആണെന്ന് നമുക്കറിയാം. എന്നാൽ ഒരു സന്ദർഭത്തിൽ വാണ്ട മാക്സിമോഫിന് അഗാത്ത ഹാർക്നെസിന്റെ നേരെ തന്റെ കെയോസ് മാജിക് പ്രയോഗിക്കാൻ പോലും സാധിച്ചില്ല. ആ സമയത്ത് അഗാത്ത ഹാർക്നെസ് വാണ്ട മാക്സിമോഫിനോട് ഇങ്ങനെ പറയുന്നുണ്ട്: Your magic's no good here. Only the witch that casts the runes can use her magic. അതായത് റൂൺസ് മാജിക് പ്രയോഗിച്ച് ഒരു വിച്ചിന് മറ്റൊരു വിച്ചിനെ ഓവർ പവർ ചെയ്യാൻ സാധിക്കുമെന്നും റൂൺസ് മാജിക് പ്രയോഗിച്ച വിച്ചിന് മാത്രമേ ആ റൂൺസ് മാജിക്കിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് മാജിക്കൽ പ്രയോഗിക്കാൻ സാധിക്കത്തുള്ളൂ എന്നുമൊക്കെയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. റൂൺസ് മാജിക് ക്രിയേറ്റ് ചെയ്ത വ്യക്തിക്ക് അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാജിക്കൽ പ്രയോഗിക്കാൻ സാധിക്കും. എന്നാൽ ആ റൂൺസ് മാജിക്കിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന എതിരാളിക്ക് മറ്റു മാജിക്കൽ പ്രയോഗിക്കാൻ സാധിക്കില്ല. അതേപോലെ തന്നെ റൂൺസ് മാജിക്കിന്റെ ഉള്ളിൽ നിൽക്കുന്ന റൂൺസ് മാജിക് ക്രിയേറ്റ് ചെയ്ത വ്യക്തിയെ പുറത്തു നിന്നെത്തുന്ന സ്പെല്ലുകൾക്കോ മാജിക്കുകൾക്കോ ഒന്നും തൊടാൻ പോലും സാധിക്കില്ല എന്നർത്ഥം. ഡാർഹോൾഡിനെ പൊസസ് ചെയ്ത വാണ്ട മാക്സിമോഫ് അഥവാ സ്കാർലറ്റ് വിച്ചിന് റൂൺസ് മാജിക് എങ്ങനെ പ്രയോഗിക്കണമെന്ന് നന്നായിട്ട് അറിയാം. വാണ്ടാവിഷൻ എന്ന സീരീസിന്റെ അവസാനത്തോടെ എല്ലാവരിൽ നിന്നകന്ന് ഐസൊലേറ്റ് ചെയ്ത് താമസിക്കുന്ന വാണ്ട റൂൺസ് മാജിക്കിന്റെ സഹായത്തോടു കൂടെ ആകാം ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്ത് ആ റെഡ് ഫോറസ്റ്റിൽ താമസിച്ചത്. അവിടേക്കെത്തിയ ഡോക്ടർ സ്ട്രേഞ്ചിന് പോലും വാണ്ടയുടെ ഇല്യൂഷനെ മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നതാണ് സത്യം. സോ ആ കാരണം കൊണ്ട് തന്നെ ഡോക്ടർ സ്ട്രേഞ്ചിന്റെ സ്പെല്ല് സ്കാർലറ്റ് വിച്ചിനെ അഫക്റ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം തന്റെ മക്കളെ തിരികെ കൊണ്ടുവരാനുള്ള പദ്ധതികൾ നടപ്പാക്കുന്നതിൽ നിന്ന് തന്നെ ആരും ഇന്റർഫിയർ ചെയ്യാതിരിക്കാനോ അതിന് തടസ്സമായിട്ട് വരാതിരിക്കാനോ വാണ്ട എല്ലാ പോസിബിൾ ആയിട്ടുള്ള വഴികളും സ്വീകരിച്ചിട്ടുണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. പീറ്റർ പാർക്കറാണ് സ്പൈഡർമാൻ എന്ന് ഇപ്പോഴും അറിയാവുന്ന നിസ്സംശയം നമുക്ക് പറയുവാൻ സാധിക്കുന്ന ഒരു ക്യാരക്ടറാണ് ലോക്കി. ഗോഡ് ഓഫ് സ്റ്റോറീസ്, ഗോഡ് ഓഫ് ദ മൾട്ടിവേഴ്സ് എന്നൊക്കെ ലോക്കിയെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. എൻറ്റയർ മൾട്ടിവേഴ്സിനെയും പ്രൊട്ടക്ട് ചെയ്യുന്നത് സാക്ഷാൽ ലോക്കിയാണ്. ലോക്കിയുടെ ത്രോൺ സിറ്റുവേറ്റ് ചെയ്യുന്നത് എൻഡ് ഓഫ് ടൈമിലാണ്. സോ ആ കാരണം കൊണ്ട് തന്നെ ഡോക്ടർ സ്ട്രേഞ്ചിന്റെ സ്പെല്ല് ലോക്കിയെ അഫക്ട് ചെയ്യാൻ യാതൊരു സാധ്യതയും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. സോ ഗൈസ്, ഈ 5 ക്യാരക്ടേഴ്സ് ആണ് MCUവിൽ പീറ്റർ പാർക്കറിന്റെ സീക്രട്ട് ഐഡന്റിറ്റി ഇപ്പോഴും അറിയാവുന്ന, അല്ലെങ്കിൽ പീറ്റർ പാർക്കർ ആണ് സ്പൈഡർമാൻ എന്ന് ഇപ്പോഴും അറിയാവുന്ന ക്യാരക്ടേഴ്സ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇവരിൽ ആരാകാം പീറ്റർ പാർക്കർ ആണ് സ്പൈഡർമാൻ എന്ന് ഇപ്പോഴും അറിയാൻ സാധ്യതയുള്ളത്? കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.